റമളാൻ മാസം അടുക്കാറായി. കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇപ്പോഴത്തെ നോമ്പ് നല്ല ചൂട് സമയത്താണ്. അതുകൊണ്ട് സാധാരണ ശ്രദ്ധിക്കുന്നതിലും കൂടുതലും ഇപ്രാവശ്യം ശ്രദ്ധിക്കണം. ചൂടായതുകൊണ്ട് തന്നെ ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിർജ്ജലീകരണം കാരണമാണ് പല പല അസുഖങ്ങളും വരുന്നത്. അതുകൊണ്ട് നോമ്പ് ഇല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഓരോ അരമണിക്കൂർ ഇടവിട്ടിട്ട് വെള്ളം കുടിക്കുക. തറാവി നിസ്കരിക്കുന്ന സമയത്ത് ഓരോ റക്കാത്തിന്റെ ഇടയിലും കുറച്ചായിട്ട് വെള്ളം കുടിക്കുക. അപ്പം തന്നെ വെള്ളത്തിന്റെ അളവ് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് മുറിക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സിട്രിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കുടിക്കുന്നത് ഒഴിവാക്കുക. പകല് ഫുള്ള് നോമ്പ് എടുത്തിട്ട് ഇതുപോലെ അസിഡിക് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ വയറ് പോച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏറ്റവും നല്ലത് നോമ്പ് മുറിക്കുമ്പോൾ 1-2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ്. കൂടാതെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരുപാട് മധുരമുള്ള ജ്യൂസ് കുടിക്കുന്നത് കുറക്കുക. ഇങ്ങനെ കുടിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക്, അതായത് ഷുഗർ പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇതിന് പകരം ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് കഴിക്കാം. കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. കൂടാതെ ജ്യൂസ് അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല താനും. അതുകൊണ്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പ് മുറിക്കുന്ന സമയത്ത് എണ്ണക്കടികൾ മാക്സിമം കുറക്കുക. എണ്ണക്കടികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. നോമ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് പോവുകയും ചെയ്യും. പിന്നെ രാത്രിയത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക. ഒരു നോമ്പ് കുറിച്ചിട്ട് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ രാത്രിയത്തെ ഭക്ഷണം കഴിക്കുക. ലേറ്റായി കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് പ്രശ്നമാകും. ഇനി മരുന്നിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. നോമ്പ് എടുക്കുന്നതെന്ന് വെച്ചിട്ട് മരുന്ന് നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. കുറച്ച് കാർബ്, കുറച്ച് പ്രോട്ടീന്, ഫൈബർ എന്ന രീതിയിൽ തന്നെ കഴിക്കുക. നന്നായിട്ട് ഉറങ്ങുക. ഒരിക്കലും രാവിലത്തെ ഭക്ഷണം, അതായത് അത്താഴം മുടക്കരുത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അത്ഭുതകരമായ മാറ്റമാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. താങ്ക്